നിങ്ങളൊരു ഷർട്ടോ ടീഷർട്ടോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിങ്ങളെ തോന്നിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോൾഡേഴ്സാണ്. എങ്ങനെ ഒരു നല്ല പെയർ ഓഫ് 3D ഷോൾഡേഴ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഫുൾ ടൈം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വർക്കൗട്ട് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള 3D ഷോൾഡേഴ്സ് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കൗട്ട് സ്മിത്ത് മെഷീനിൽ മിലിറ്ററി പ്രസ്സസ്സാണ്. മിലിറ്ററി പ്രസ്സസ് നമുക്ക് നോർമലി ബാർബെല്ലോ ഡംബെല്ലോ ഒക്കെ ചെയ്യാം. ഞാനിന്ന് ഓപ്റ്റ് ചെയ്യുന്നത് സ്മിത്ത് മെഷീനിലാണ്. ഓക്കെ, ഡയറക്റ്റ് വർക്കൗട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ഷോൾഡർ വിടുന്നതിനെക്കാട്ടിയും സ്ലൈറ്റ്ലി വൈഡായിട്ട് എടുക്കുക. ജസ്റ്റ് അപ്പ് ചെയ്ത് ബാക്ക് സ്ട്രൈറ്റ് ചെയ്ത് നമ്മുടെ ഷോൾഡർ ബ്ലേഡിനെ ബാക്കിലേക്ക് റിട്രാക്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുക ത്രൂ ഔട്ട്. എൻ്റെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് വാം അപ്പ് സെറ്റാണ്. ഈ വാം അപ്പ് സെറ്റിൽ ഞാൻ എത്ര റെപ്പിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്യില്ല. അതിൻ്റെ ഫീൽ അനുസരിച്ചിട്ടാണ്. എനിക്ക് ഷോൾഡർ നന്നായിട്ട് വാം ആയി എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാം അപ്പ് സെറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള 2 സെറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ വർക്കിംഗ് സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാം അപ്പ് സെറ്റാണ് ചെയ്തത്. അറൗണ്ട് 30 റെപ്പിറ്റേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മാക്സിമം ബ്ലഡ് എൻ്റെ ഷോൾഡറിലേക്ക് പമ്പ് ചെയ്യുക, ജോയിൻസിനെ വാം ചെയ്യുക, ഇഞ്ചുറി ഫ്രീ ആക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇനി അടുത്തത് 2 സെറ്റ് നമ്മുടെ വർക്കിംഗ് സെറ്റാണ്. അതാണ് മേജർലി നമ്മുടെ സെറ്റ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 സെറ്റ് ടോട്ടലായിട്ട് ചെയ്യും. ഒരെണ്ണം എന്ന് പറയുന്നത് വാം സെറ്റാണ്. അടുത്ത 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് സെറ്റ്സ് ആണ്. വർക്കിംഗ് സെറ്റിലും എൻ്റെ റെപ്പറ്റേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് പ്രോബ്ലി ഒരു 12 to 15 റെപ്സ് ആയിരിക്കും ഞാൻ നോക്കുന്നത്. പ്രോബ്ലി 20 വരെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് അക്കോർഡിംഗ് ടു ഹൗ യു ഫീൽ. നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഫീൽ അനുസരിച്ചിട്ട് നമുക്ക് റെപ്പറ്റേഷൻസിനെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ 12 ആയിരിക്കാം, 15 ആയിരിക്കാം. ഓൾമോസ്റ്റ് ഫെയിലിയറിലേക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇഞ്ചുറി ഫ്രീ ആയിട്ട് നമുക്ക് കറക്റ്റ് ഫോമും ടെക്നിക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന റെപ്പറ്റേഷൻസ് ആണ് എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിലെൻ്റെ ടാർഗറ്റ് 15 റെപ്പറ്റേഷൻ ആയിരുന്നു. പക്ഷേ എനിക്കൊരു 5 റെപ്പറ്റേഷൻസ് കൂടെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം 5 റെപ്പറ്റേഷൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഫീല് വരുമെന്ന് തോന്നി. മിക്ക വർക്കൗട്ടിലും 12 to 15 റെപ്പറ്റേഷൻസ് ആണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതെങ്കിലും നിങ്ങളുടെ ഫീൽ അനുസരിച്ച് നിങ്ങൾക്ക് 2-3 റെപ്പറ്റേഷൻ കൂടുതൽ ചെയ്ത് ആ മസിൽ ഗ്രൂപ്പ്സിനെ കൂടുതൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓവറോൾ 3D ഷോൾഡർ ഡെവലപ്മെൻറ്റിന് നമ്മൾ പ്രസ്സിങ് മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സൈഡ് ഡെൽറ്റോയിഡിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷോൾഡറിൻ്റെ ഓവറോൾ ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഡെൽറ്റോയിഡ് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്രണ്ട് ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത് നമ്മൾ കൈ താത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ പെക്സുമായിട്ട്, നമ്മുടെ ചെസ്റ്റിൻ്റെ അപ്പർ പെക്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ടീഷർട്ട് ഇട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു ഓവറോൾ ഫില്ലിങ് അല്ലെങ്കിൽ ഒരു നിറഞ്ഞ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു മസിൽ ഗ്രൂപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടെ വരുമ്പോഴാണ്. ഇനി നമുക്ക് വാം അപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ 3 സെറ്റ് ചെയ്തു. അതായത് നമ്മുടെ സ്മിത്ത് മെഷീനിൽ നമ്മൾ 3 സെറ്റ് ഇൻക്ലൂഡിങ് നമ്മുടെ വാം അപ്പ് സെറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് 2 വർക്കിംഗ് സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ 2 വർക്കിംഗ് സെറ്റ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് മസിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡാണ്. ഫ്രണ്ട് ഡെൽറ്റോയിഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു 3D ഫിഗർ നമുക്ക് വരിക. ഇനി നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ റൈറ്റ് ഡെൽറ്റോയിഡാണ്. അപ്പോൾ നമ്മൾ 2 പ്രസ്സിങ് മൂവ്മെൻറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലും സെക്കൻഡ് വർക്കൗട്ട് ഉണ്ടല്ലോ, നമ്മുടെ നാരോ പ്രസസ്സിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 2 വർക്കിംഗ് സെറ്റാണ്. ആ 2 വർക്കിംഗ് സെറ്റിൽ എത്ര റെപ്പിറ്റേഷൻ എന്നുള്ളത് 12 to 15 ആണ് നമ്മുടെ ഹെവി സെറ്റ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഇറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു ഹൗ യു ഫീൽ. നമുക്ക് നമ്മുടെ മസിലിന് ഫീൽ അനുസരിച്ചിട്ട് 15 തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു 20 റെപ്സ് വരെ നമുക്ക് കംഫർട്ടബിളി ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 20 റെപ്സ് വരെ പുഷ് ചെയ്യാൻ തെറ്റില്ല. പക്ഷേ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോമും ടെക്നിക്കും ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് റിവേഴ്സ് ഫ്ലൈസ് ആണ്. റിവേഴ്സ് ഫ്ലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റോയിഡിൻ്റെ റെയർ സൈഡ്, ഇതാ ഈ സൈഡിലുള്ള കണ്ടോ റെയർ സൈഡിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ് റിവേഴ്സ് ഫ്ലൈ എന്ന് പറയുന്നത്. ഷോൾഡറിന് എപ്പോഴും പറയുന്ന പോലെ ആ ഒരു 3D ഇമേജ് കിട്ടണമെങ്കിൽ പിന്നെ ഈ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ റേ ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന ആൾക്കാർ പൊതുവെ മിസ് ചെയ്യുന്ന ഒരു മസിൽ പാർട്ടാണ്, അല്ലെങ്കിൽ അധികം ഫോക്കസ് കൊടുക്കാത്ത ഒരു മസിൽ പാർട്ടാണ്. പക്ഷേ ഒരു ഓവറോൾ
3D ഇമേജ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും റേ ഡെൽറ്റോയുടെ കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിലും 2 വർക്കിംഗ് സെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലും റെപ്പറ്റീഷൻ എൻ്റെ ഫീൽ അനുസരിച്ചിട്ടാണ്. 15 റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കോൺസെപ്റ്റിലല്ല ഞാൻ പോയിരിക്കുന്നത്. 20 to 25 റെപ്സ് വരെ എനിക്ക് 2 വർക്കിംഗ് സെറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, 12 to 15 റെപ്പറ്റീഷൻ അല്ലേ ഓപ്റ്റിമം റേഞ്ച്. അങ്ങനെ ഒരു ഓപ്റ്റിമം റേഞ്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഫീൽ എന്താണോ, നിങ്ങളുടെ മസിലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ എന്താണോ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ 3 ഫേസായ ഫ്രണ്ട്, സൈഡ്, ബാക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സൈഡ് റേസ് അല്ലെങ്കിൽ ലാറ്ററൽ റേസ് എന്ന് പറയുന്ന ഡംബൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കേബിൾ മൂവ്മെൻറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ഷോൾഡർ വർക്കൗട്ട് ഫിനിഷ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡ് റേസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്, ഡംബൽ സൈഡ് റേസസ്. കാരണം ഈ ഒരു ഭാഗം നമ്മുടെ ഷോൾഡറിൻ്റെ ഈ കാണുന്ന ഈ ഭാഗത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് സൈഡ് റേസ് ഇല്ലാതെ ഒരു കളിയില്ല. അപ്പോൾ ഡംബൽ സൈഡ് റേസ് നമ്മൾ കാണാം. ഒരു കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷനിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ റിമൈനിങ് റെപ്സ് എന്ന് പറയുന്നത് പാർഷ്യൽ റെപ്സ് ആണ്. അതായത് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഞാൻ ചെയ്തിട്ട് പിന്നെയും എൻ്റെ മസിലിൽ കുറച്ചുകൂടെ ഫ്യൂവൽ ബാക്കിയുണ്ട്. ആ ഫ്യൂവലിനെയും കൂടെ ഇരിച്ച് കളയുക എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് പാർഷ്യൽ റെപ്പറ്റീഷൻ വഴി ഞാൻ ഫോക്കസ് ചെയ്തത്. നമ്മുടെ ഫൈനൽ ഫിനിഷിംഗ് വർക്കൗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനിഷർ വർക്കൗട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഡംബൽ ഷ്രഗ്സ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോയിരുന്നത്. അപ്പോൾ ഡംബൽ ഷ്രഗ്സ് ഇല്ലാതെ ഷോൾഡറിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഡംബൽ ഷ്രഗ്സ് ലാറ്റ്സിൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഏറ്റവും ഓപ്റ്റിമം എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഷ്രഗ്സ് ഷോൾഡറിൻ്റെ കൂടെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ട്രാപ്സ് എന്ന് പറയുന്ന നമുക്ക് ഈ കാണാൻ പറ്റുന്നത്, അപ്പോൾ നമ്മൾ ടീഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് ട്രപ്പീസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാപ്സ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്. ട്രാപ്സ് നമുക്ക് ഈ കാണുന്ന ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടം വരെ പോകുന്ന ഒരു മസിൽ ഗ്രൂപ്പ്സാണ് ട്രാപ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് മസിൽ ഗ്രൂപ്പാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ട്രപ്പീസിസ് അല്ലെങ്കിൽ ട്രാപ്സിൻ്റെ ഐസൊലേഷൻ വർക്കൗട്ടായ ഡംബൽ ഷ്രഗ്സ് ആണ്. അപ്പോൾ ഷോൾഡറിൻ്റെ എല്ലാ വർക്കൗട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും പറഞ്ഞ പോലെ നമ്മുടെ വർക്കിംഗ് സെറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. വാം സെറ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്മിത്തിൽ ചെയ്ത ഒരൊറ്റ സെറ്റ് മാത്രമേ വാമപ്പ് ഉള്ളൂ. ആദ്യം തന്നെ വാമായി, അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെല്ലാം മേജറായിട്ടുള്ള വർക്കൗട്ട് സെറ്റ്സാണ്. അപ്പോൾ ഈ വർക്കൗട്ട്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വർക്കൗട്ട് ഇതിൽ നിങ്ങൾക്കൊരു ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോൾഡറിന് ഇത്രയുമാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. സൈഡ് റൈസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേബിളിലും കൂടെ ട്രൈ ചെയ്യാം. ഇപ്പോൾ ചെയ്ത ഷ്രഗ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാർബിളിൽ ട്രൈ ചെയ്യാം. പ്രസ്സിങ് മൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡംബിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഓൾട്ടറേഷൻസ്, മാറ്റങ്ങളെ നമുക്ക് വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുക, 3D ഷോൾഡേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ഫീൽഡ് ആയിട്ടുള്ള റിയൽ ടൈമിങ്, ഇത്രയും എഫേർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിയൽ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.